ഹലോ ഗായ്സ്, അരി ഉഴുന്നും ഇടാൻ മറന്നുപോയെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ ഒരു വട്ടമെങ്കിലും. കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഉഴുന്നും കൂടെ മാത്രം മതി. ഉഴുന്ന് നമ്മളെടുത്ത് കഴുകി മിക്സിയുടെ ജാറിലോട്ട് ഇടണേ. ജാറിലോട്ട് ഇട്ടതിൻ്റെ മേളിലോട്ട് കുറച്ച് അരിപ്പൊടിയാണേ. അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും ഞാൻ അതിൻ്റെ കൂടെ തന്നെ അങ്ങിടുക. ഉപ്പ് ഇട്ട് അതിനകത്ത് കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ടേ ഞാൻ. ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് അങ്ങ് അരച്ച് വെക്കുക. ഉലുവ ഇടുന്നത് നല്ല മണമായിരിക്കും രാവിലെ ദോശ ഉണ്ടാക്കുമ്പോൾ. ഉലുവ ഇട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അരച്ച് വെക്കുവാണേ. എനിക്കിവിടെ തണുപ്പായതുകൊണ്ട് കാസറോളിനകത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് അരച്ച് വെച്ച മാവും പാത്രവും കൂടെ ഇറക്കി വെക്കും. കാസറോളിനകത്ത് ഞാൻ അങ്ങനെ എന്നാലേ എനിക്ക് രാവിലത്തേക്ക് കുതിർന്നിരിക്കത്തുള്ളേ. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ കട്ടിയായിരിക്കും, പുളിയും കാണത്തില്ല. അതിന് ഞാൻ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കാസറോൾ അങ്ങ് മൂടി വെക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ തുറക്കത്തുള്ളൂ. കാസറോൾ അടച്ച് മാറ്റി വെക്കും ഒരു 5 മണിക്കൂർ. ഞാനിത് അരച്ച് വെക്കുന്നത് 8:30-9 മണി ആയപ്പോഴാണ് രാത്രിയിൽ, പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ടി. രാവിലെ തുറന്ന് നോക്കിയപ്പം ഇതേണ്ട കുതിർന്ന് റെഡി ആയിട്ടുണ്ട് ദോശമാവ്. ഇതും കൊണ്ട് തന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത്. കണ്ടോ, എല്ലാം ക്ലിയറാക്കി. ഇനി ഞാനിത് ദോശ ചുട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാനെല്ലാം ഒന്ന് കാണിക്കുക, ദോശ ചുട്ടും കാണിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും വിശ്വാസമാകണ്ടേ. തവയിലോട്ട് കോരി ഒഴിച്ച് നല്ല ആവി പറക്കുന്നുണ്ടോ, ആവി പറക്കുന്ന ദോശ ഇപ്പം റെഡിയാവും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. Bye guys.